നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഹജ്ജ് കാലമായതോടെ നിർണായകമായ പല നീക്കങ്ങളുമാണ് സൗദി എടുക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇന്ത്യ അടക്കമുള്ള 14 രാജ്യങ്ങളുടെ വിസ നിയന്ത്രണം ഏർപ്പെടുത്തുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തുവിട്ടിരുന്നു. താൽക്കാലികമായിട്ടാണ് ഇത്തരത്തിൽ നിരോധനം ഏർപ്പെടുത്തുക എന്നതൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസം അറിയിച്ചത്. ഇപ്പോഴിതാ ഇതിന്റെ അടുത്ത ഭാഗമായിട്ട് മറ്റൊരു റിപ്പോർട്ട് കൂടെ പുറത്തുവരികയാണ്. സൗദിയുടെ കടുത്ത ഒരു നടപടി എന്നത് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാകുന്നത്. അതായത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ 18,407 പേരെ സൗദി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. 2025 ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ നിർണായക നീക്കം സൗദി അറേബ്യ നടത്തിയിട്ടുള്ളത് എന്നതാണ് വിവരം. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ റെസിഡൻസി, തൊഴിൽ, അതിർത്തി സുരക്ഷ എന്നീ നിയമങ്ങൾ ലംഘിച്ചതിന്റെ പേരിലാണ് 18,407 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സൗദി പ്രസ് ഏജൻസിയാണ് ഇക്കാര്യങ്ങൾ പുറത്തുവിട്ടത്. ജൂൺ 4 മുതൽ ജൂൺ 9 വരെയാണ് ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾ നടത്തിവരുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനുള്ള നടപടികളാണ് സൗദി സ്വീകരിച്ചിരുന്നത്. ഇതിനു മുന്നോടിയായിട്ട് ഇത്രയധികം നിയമലംഘകരെ അഴിക്കുള്ളിലാക്കിയിരിക്കുന്നു എന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് സൗദിയിൽ നിന്ന് പുറത്തുവരുന്നത്. അറസ്റ്റ് ചെയ്തവരിൽ 12,995 പേർ താമസ നിയമലംഘനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റിലായിരിക്കുന്നത്. 3,512 പേർ അതിർത്തി സുരക്ഷ ലംഘിച്ചതിനും 1,900-ലധികം പേർ തൊഴിൽ നിയമലംഘനത്തിന്റെ പേരിലുമാണ് അറസ്റ്റിലായിരിക്കുന്നത്. പിടിയിലായവരിൽ 66% പേർ എത്യോപ്യക്കാരാണ് എന്നുള്ള സൂചനയുണ്ട്. 28% ആളുകൾ യമനിൽ നിന്നുള്ളവരും 6% പേർ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരുമാണ്. അയൽ രാജ്യങ്ങളിലേക്ക് അനുമതിയില്ലാതെ പ്രവേശിക്കാൻ ശ്രമിച്ചതിന് 67 പേരും അറസ്റ്റിലായിട്ടുണ്ട്. കൂട്ടത്തിൽ 21 പേർ നിയമലംഘകരെ സഹായിച്ച കുറ്റത്തിനാണ് പിടിയിലായിരിക്കുന്നത്. രാജ്യത്തേക്ക് അനധികൃതമായി പ്രവേശിക്കാൻ സഹായിക്കുന്നവർക്ക് 15 വർഷം തടവും 1 മില്യൺ റിയാൽ ഏകദേശം 2.3 കോടി രൂപയോളം പിഴയുമാണ് നൽകുക എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വലിയൊരു വിഭാഗം ആളുകളെ പിടികൂടിയിരിക്കുന്നത്. എന്തായാലും ഇവരുടെ വാഹനങ്ങളും സ്വത്തുക്കളും അടക്കം കണ്ടുകെട്ടുന്നതടക്കമുള്ള ശിക്ഷകളൊക്കെ ഉണ്ടാകുമെന്ന് ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുകയാണ്. മക്ക, റിയാദ് മേഖലകളിൽ എന്തെങ്കിലും നിയമലംഘനങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടാൽ 911 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് അറിയിക്കണമെന്നും അധികൃതർ പൗരന്മാർക്ക് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസമാണ് ഹജ്ജിനോടൊക്കെ അനുബന്ധിച്ച ഇന്ത്യ അടക്കമുള്ള 14ഓളം രാജ്യത്ത് നിന്നുള്ള വരുന്ന ആളുകളുടെ വിസയിൽ താൽക്കാലികമായിട്ടുള്ള ഒരു നിരോധനം ഉണ്ടാകുമെന്ന് സൗദി അറേബ്യ അറിയിച്ചത്. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് മുന്നോടിയായി 14 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് വിസ നൽകുന്നത് സൗദി അറേബ്യ താൽക്കാലികമായി നിർത്തിവെച്ചു എന്നതായിരുന്നു അറിയിപ്പ്. ഹജ്ജ് സമാപനത്തോട് അനുബന്ധിച്ച് ജൂൺ പകുതി വരെ ഉംറ, ബിസിനസ് വിസ, ഫാമിലി വിസിറ്റിംഗ് വിസകൾ നൽകുന്നതിൽ നിന്ന് സർക്കാർ വിട്ടുനിൽക്കുമെന്നും ഹജ്ജ് തീർത്ഥാടകരുമായി ബന്ധപ്പെട്ട തിരക്ക് നിയന്ത്രിക്കുന്നതിനും ആളുകൾ അനധികൃതമായി ഹജ്ജ് നിർവഹിക്കാൻ ശ്രമിക്കുന്നത് തടയുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നും സൗദി ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ വർഷം അനുഭവപ്പെട്ട തിക്കുമൊക്കെ വലിയ മരണസംഖ്യയിലേക്കാണ് എത്തിയത്. ഇത് ഉണ്ടാകാതിരിക്കാനാണ് ഇത്തരത്തിലൊരു നടപടിയെന്നാണ് സൗദി അറിയിക്കുന്നത്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ വിസ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം അധികാരികൾക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ട്. പുതുക്കിയ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഈ വർഷത്തെ ഉംറ വിസയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 2025 ഏപ്രിൽ 13 വരെയാണ്. കൂടാതെ ഹജ്ജ് അവസാനിക്കുന്നതുവരെ പുതിയ ഉംറ വിസകൾ അനുവദിക്കില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഈജിപ്ത്, ഇന്തോനേഷ്യ, ഇറാഖ്, നൈജീരിയ, ജോർദാൻ, അൾജീരിയ, സുഡാൻ, എത്യോപ്യ, ട്യൂണീഷ്യ, യമൻ, മൊറോക്കോ എന്നീ രാജ്യങ്ങൾക്കാണ് സൗദി അറേബ്യ താൽക്കാലിക വിസ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരം.